ഇന്ന് നമ്മൾ കണവ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മീൻ ചട്ടി വെച്ച് മീൻ ചട്ടി നല്ല ചൂടാകണം. ചൂടായ ശേഷം എണ്ണ വീഴ്ത്തി കടുകും ഇട്ട് കടുക് പൊട്ടിയ ശേഷം കരിവേപ്പില ഇട്ട് ആക്കണം. കരിവേപ്പില ഒന്ന് ഇതായി വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഇട്ട് ഒന്ന് വഴറ്റണം. ഒന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അടുത്ത ചെറിയ ഉള്ളി വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം. വഴറ്റിയ ശേഷം ഉള്ളി വേഗം കുറച്ച് ഉപ്പ് ഇട്ട് വേണം വഴറ്റാൻ. എന്നാൽ പെട്ടെന്ന് ഉള്ളി നല്ല വഴണ്ട് വരും. അത് കഴിഞ്ഞ് ഒരു ബ്രൗൺ കളർ ചെറിയ ഉള്ളി വലിയ ഉള്ളിയും കൂടെ ഇട്ടതാണ്. അതിനൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല വഴറ്റി വയ്ക്കാം. നല്ല വഴറ്റിയിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് വേവിക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് അടച്ച് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് തുറന്ന് നോക്കാം. അത് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല വരും. വഴറ്റിയല്ല ഒന്നുകൂടെ വഴറ്റി കൊടുത്ത ശേഷം ബാക്കിയിരിക്കുന്ന പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും 2 തക്കാളി ക്യൂബ് പോലെ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സാക്കി നല്ല ഒരു ബ്രൗൺ എല്ലാം കൂടെ ഒന്ന് മിക്സായി ബ്രൗൺ ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്നായി ശേഷം ഗ്യാസ് ലോ ഫ്ലെയിം ആക്കി വെക്കണം. കാരണം ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലാണ് ഒന്ന് വെക്കാൻ വെച്ച് നല്ല ഒന്ന് മൂത്ത് വഴറ്റിയെടുക്കണം. എടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ കഴുകി വെച്ച കൂന്തൽ അല്ലെങ്കിൽ കണവ ഇട്ടതിൽ മിക്സ് ചെയ്ത് വെക്കുക. നല്ലൊന്ന് മിക്സ്. കാരണം ഈ കണവയിൽ തന്നെ വെള്ളമുണ്ട്. അത് വേവുമ്പോൾ ആ വെള്ളം തന്നെ അബ്സോർബ് ആയി കറിയിലേനെ. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്
വെച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും മതി. ഇടയ്ക്ക് നോക്കി ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി നല്ല മിക്സായ ശേഷം കൂന്തൽ നല്ല വെന്ത് വന്ന ശേഷം കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് അടുത്ത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് നമ്മൾ മുളക് പൊടി 2 സ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി 1 സ്പൂണ് ഇട്ടാൽ മതി. കണക്കിന് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി ഇടണം. വഴറ്റി നല്ലപോലെ ഒന്ന് മിക്സ് എല്ലാം, കാരണം കൂന്തലെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയാണ്. നല്ലൊന്ന് വഴറ്റി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ചിക്കൻ മസാലയാണ് ഇടുന്നത്. ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് നന്നായി വഴറ്റി എല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് അടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ, കാരണം കുറച്ച് എരിവായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒന്ന് വീഴ്ത്തി അത് കുറച്ചുകൂടി ടേസ്റ്റ് വരും. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ച് അരമുറി തേങ്ങ ചിരുവി പാലാക്കിയത് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുത്ത് മിക്സ് ചെയ്ത് അതിനൊന്ന് ഫുള്ള് വഴറ്റിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നാലും ആ തേങ്ങാപ്പാലിൻ്റെ നമ്മൾ എരിവിനും എല്ലാം ഇട്ടില്ലേ, അത് ആ കണവയിലും നല്ല പിടിച്ച് വരത്തുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് ജസ്റ്റ് 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആദ്യം കുറച്ച് നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രമല്ല ഇട്ടത്, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് എങ്ങനെയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് തുറന്ന് നോക്കുമ്പം എല്ലാം പിടിച്ച് നല്ല വെന്ത് വന്നു. കുറച്ച് കരിവേപ്പില ഇട്ട് മല്ലിയിലയും കൂടെ വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കഴിക്കുമ്പോൾ നല്ല മണത്തോടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ഈ വീഡിയോ